പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന പ്രഘോഷണ സമയത്ത് കർത്താവിൻ്റെ വലിയ കരുണ 10,000കണക്കിന് കുടുംബങ്ങളിൽ പ്രകടമായി അനുഭവപ്പെടുത്തി കൊടുക്കുന്നതായി ഇതിനോടകം ഒരുപാട് പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ഹൃദയത്തിൽ എളിമപ്പെട്ടിട്ടുണ്ട്. യേശുവേ, എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ കുടുംബത്തിൽ അങ്ങയുടെ അനുഭവം വേണം, എനിക്ക് അങ്ങയുടെ ഒരു അനുഭവം എനിക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു വ്യക്തി അവരുടെ വേദനയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ആ കുടുംബത്തിൽ പ്രകടമായി ഇടപെട്ടതിനെക്കുറിച്ച് അവരുടെ വെളിപ്പെടുത്തൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് പാമി. ഞാൻ സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ 11ാം വയസ്സ് തൊട്ട് എനിക്ക് ബീഫ്, പോർക്ക്, മട്ടൺ ഇവയോടൊക്കെ എനിക്ക് അലർജി ആയിരുന്നു. അതായത് ഈ മീറ്റ് ഐറ്റംസ് അല്ലേ, പോർക്ക്, ബീഫ്, ചിക്കനും ഫിഷ് എനിക്ക് കഴിക്കാം, ബാക്കിയൊന്നും ഒരു സാധനം കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പീസ് കഴിച്ചാലും അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേവി കഴിച്ചാൽ പോലും എൻ്റെ ഫുൾ ബോഡി ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് ഇങ്ങനെ പൊങ്ങി അലർജി ഇങ്ങനെ ഫുൾ പൊങ്ങി വന്ന ശേഷം പിന്നെ ബോധം കെട്ട് വീഴും. അതായത് വട്ടയപ്പം കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ വട്ടയപ്പം കണ്ടിട്ടുണ്ടോ, അതേമാതിരിയാവും ഇങ്ങനെ ശരീരത്തിൽ അലർജി. അപ്പോൾ എൻ്റെ 11 വയസ്സോടെ തുടങ്ങിയതാണ്. പിന്നെ എൻ്റെ 18ാം വയസ്സിൽ, അതായത് ജൂൺ 5, 2015 ഇവിടെ 1 ഡേ റിട്രീറ്റിന് ഇവിടെ വന്നിരുന്നു. എൻ്റെ ഒരു വെള്ളിയാഴ്ച അല്ലേ, സാറ്റർഡേ മലയിൽ ഈ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ പുതിയൊരു ശുശ്രൂഷ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചയും ഈ കൽക്കുരിശ് മലയിൽ ശുശ്രൂഷയുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് വെള്ളിയാഴ്ച വരാൻ പറ്റിയില്ല, അപ്പോൾ കൽക്കുരിശ് മലയിൽ വന്നു. അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ ആ സമയത്ത് ഈ അലർജിയോടെ എനിക്ക് വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു. അത് അക്കസ്റ്റമഡായി അല്ലേ, അലർജി കൂടെ കുഴപ്പമില്ല, ഒരു സാധനം ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. ഈ ദൈവത്തോടെ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. പക്ഷേ എൻ്റെ മമ്മ എന്നോട് പറഞ്ഞു ഈ അലർജീനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, ഈ അലർജി വിട്ടു പോവുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താൻ. കരഞ്ഞ് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞ്. പക്ഷെ എനിക്ക് വലിയ വിഷമം ഇല്ലാത്തതുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. മമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ അത്ഭുതം സംഭവിക്കും തന്നെ എനിക്ക് വലിയ ആ ഒരു ഉറപ്പില്ലായിരുന്നു, ഒരു പ്രതീക്ഷ. അതായത് നമ്മൾ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. ചെറുപ്പത്തിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കില്ല. നമ്മുടെ ഇടയിൽ അങ്ങനത്തെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. രോഗം വന്ന് ആശുപത്രിക്ക് പോവുക, അല്ലാതെ രോഗം വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന രീതിയൊന്നും നമ്മൾ അന്ന് കാലത്ത് നമ്മൾ കേട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അതേപോലെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ദൈവവചനമൊക്കെ പഠിച്ച് ഇവിടെ വന്ന് വചനമൊക്കെ കേട്ടപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നി. അപ്പോൾ എന്ത് ചെയ്തു, ശരിക്കും പ്രാർത്ഥിച്ചു. പക്ഷേ എന്നാലും കുട്ടിക്ക് അത്ര പ്രതീക്ഷാ നിർഭരമായ വിശ്വാസമില്ല, ഒരു ക്രിയേറ്റീവ് ഫെയ്ത്തില്ല, പ്രതീക്ഷാ നിർഭരമായൊരു വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സുഖപ്പെടും എന്നൊരു വിശ്വാസം, അത് അത്രയൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാലും മമ്മി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച്. എന്നിട്ട് സ്തുതിപ്പിൻ്റെ സമയത്ത് ഈ വട്ടായിലച്ഛനായിരുന്നു അന്ന്. വട്ടായിലച്ഛൻ പറഞ്ഞു 2 പേരുടെ അലർജി സുഖപ്പെട്ടു. ആ സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നി അത് എനിക്ക് സുഖപ്പെട്ടു.
അങ്ങനെ ആ സമയം തൊട്ട് വിറയ്ക്കാനും കരയാനും തുടങ്ങി. ആ സമയം സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വരൻ മെസ്സേജ് തന്നു, ഇതാ ഇപ്പോൾ ഈ സമൂഹത്തിൽ അലർജിയുള്ള 2 പേരുടെ അലർജി പീഡകൾ മാറുന്ന സൗഖ്യം കിട്ടുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് കുട്ടിയുടെ ശരീരത്തിൽ ചില ഷിവറിങ് എക്സ്പീരിയൻസ്, അതുപോലെ കുട്ടി ഇങ്ങനെ നിയന്ത്രണമില്ലാതെ കരയാൻ തുടങ്ങി. അവിടെ ആ സമയത്ത് സൗഖ്യം സംഭവിച്ചു. സന്തോഷത്തോടെ മാസ് തുടങ്ങുന്നത് വരെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ആ സമയം സ്തുതിക്കുന്ന സമയത്ത് ചുറ്റും എന്താ നടക്കുന്നത് ഒന്നും അറിയുന്നില്ല, അച്ഛൻ എന്താ സംസാരിക്കുന്നത് ഒന്നും കേൾക്കുന്നില്ല, ഫുൾ ടൈം സ്തുതിപ്പായിരുന്നു. ഒരു വലിയൊരു അനുഭവമായിരുന്നു അത്. അതിനുശേഷം പിന്നെ അതായത് രാവിലെ 10 മണിക്ക് വേണ്ടിയാണേ 12 മണിക്കാണ് കുർബാന. അതുവരെ ഇങ്ങനെ ആ കസേര ഇരുന്ന് ഇങ്ങനെ സ്തുതിച്ചു, ബാക്കിയൊന്നും അറിയണില്ല. കണ്ടിന്യൂസ് ആയിട്ട് കണ്ണുനീര് വരുന്നു, സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുന്നു. സ്തുതിപ്പ് അങ്ങനെ ഈ റിട്രീറ്റിന് ശേഷം പാരൻസ് ഒക്കെ പറഞ്ഞു, ഓക്കെ നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ശേഷം ബീഫ് എടുത്ത് കഴിക്കാം, ബീഫ് കറി. അങ്ങനെ ഒരു പീസ് എടുത്ത് കഴിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അലർജി സിംറ്റംസ് ഒക്കെ വരണതിന് മുമ്പ് ഒരുമാതിരി ചെറുതായിട്ടൊരു തലകറക്കം മാതിരി അല്ലെങ്കിൽ ഒരു ടയേർഡ്നെസ് മാതിരി എനിക്ക് അതേമാതിരിയൊക്കെ തോന്നാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി, ഇത് ശരിക്കും സംഭവിച്ചു. അപ്പോൾ മമ്മ പറഞ്ഞു, ഇങ്ങനെ പേടിക്കല്ലേ, അതിന് പകരം ഈ വിശ്വാസ പ്രമാണവും ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ വിശ്വാസത്തിന് ഒരാൾ ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് അതിന് അനുഭവത്തിലേക്ക് വരണം. മമ്മി നല്ലൊരു കൃപയുള്ള മമ്മിയാണ്. കൃപയുള്ള മമ്മി ശരിക്കും പറഞ്ഞു കൊടുത്ത കുട്ടിക്ക്. അതിനുശേഷം എനിക്ക് ഒരു കുഴപ്പമില്ല, എപ്പോൾ കഴിച്ചാലും ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞാൽ കഴിക്കണം. നന്ദി പറഞ്ഞ് സന്തോഷ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ എല്ലാ ഭക്ഷണവും എടുത്ത് കഴിക്കും. ഗ്രേവി കഴിക്കാം അല്ലേ? കഴിക്കാം. കഴിഞ്ഞ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ കഴിച്ചു, ഒരു കുഴപ്പമില്ല. ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാ തരത്തിലുള്ള മീറ്റ് ഐറ്റംസ് ബീഫ് കഴിക്കാം, പോർക്ക് കഴിക്കാം, താറാവിനെ കഴിക്കാം, മുയൽ കഴിക്കാം. അല്ലെങ്കിൽ വെറും ചിക്കൻ മാത്രം അല്ലേ? ചിക്കനും മീനും മാത്രം. ദൈവമേ, ചിക്കൻ കഴിച്ചാകെ വിഷമിച്ചിട്ടുണ്ടാവും. നല്ല കൃപകൾ സൗഖ്യം അങ്ങോട്ട് കൊടുത്തു. അലർജി പീഡമാണ് ഇത്. 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് കംപ്ലീറ്റ് ഒറ്റ സാറ്റർഡേ ശുശ്രൂഷ സമയത്ത് ഒറ്റ സ്തുതിപ്പിൻ്റെ സമയത്ത് അങ്ങോട്ട് ഹീലിംഗ് കിട്ടി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. യേശുവേ, അങ്ങയുടെ തിരുരക്തം ഇപ്പോൾ ഞങ്ങളുടെ മേൽ വർഷിക്കണം. അങ്ങയുടെ അത്ഭുതകരമായ രക്തത്തിൻ്റെ സാന്നിധ്യത്താൽ തിന്മകൾ വിട്ടുപോകണം, ഭാരങ്ങൾ മാറണം, തകർച്ചകൾ നീങ്ങണം, കലഹങ്ങൾ അവസാനിക്കണം, പിശാചിൻ്റെ ഭരണം നീങ്ങിപ്പോകണം, വലിയ വിടുതൽ ഇപ്പോൾ സംഭവിക്കണം. 2 കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഇപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന. ദൈവമേ, ഇപ്പോൾ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുതകരമായ ശക്തി കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കണം. യേശുവേ, യേശുവേ, കൈകളടിച്ച് നിറവേറ്റണമേശോ, പാവനാത്മാവാ നിറയ്ക്കണമേശോ, ആത്മഭാരങ്ങൾ അകറ്റണമേശോ, തിരുരക്തത്താൽ കഴുകണമേശോ, തിരുഹിതമെങ്കിൽ നിറവേറ്റണമേശോ, തിരുരക്തത്താൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ട കർത്താവേ, തിരുഹിതമെങ്കിൽ നിറവേറ്റണമേശോ. അനേകം വ്യക്തികളെ കർത്താവ് പാപങ്ങളിൽ നിന്ന് കഴുകി വിശുദ്ധീകരിക്കുന്ന സമയമാണ്. പുകവലിയുടെ ബന്ധനങ്ങളിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അനേക നാളുകളായി മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട വ്യക്തികളെ കർത്താവ് യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ അത്ഭുത യോഗ്യതയാൽ ഇപ്പോൾ വിടുവിക്കുന്നു. തിന്മയും മദ്യപാനവും കലഹവും വഴക്കു സ്വഭാവവും വെറുപ്പ് വൈരാഗ്യവും വിട്ടുപോകുന്ന അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ദൈവമേ, യേശുവിൻ്റെ രക്തം കൊണ്ട്, യേശു രക്തത്തിൻ്റെ സാന്നിധ്യത്താൽ ഇപ്പോൾ അവിടുന്ന് സകല കുടുംബങ്ങളുടെ മേൽ വിടുതലിന് അനുഭവം നൽകണമേ. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, കഴുകണമേശോ, തിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ, പാവനാത്മാവാ നിറയ്ക്കണമേശോ, പാവഭാരങ്ങൾ അകറ്റണമേശോ, പാവനാത്മാവാ നിറയ്ക്കണമേശോ, രോഗഭാരങ്ങൾ അകറ്റണമേശോ, തിരുരക്തത്താൽ കഴുകണമേശോ, തിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. അവിടുന്ന് ഇപ്പോൾ സൗഖ്യങ്ങൾ നൽകണമേ പിതാവേ. സകല ഹൃദയങ്ങളുടെ മേലും അധികാരമുള്ളവനെ
കഠിനമായ ഹൃദയങ്ങളെ ഇപ്പോൾ മാംസളമാക്കണമേ. പൈശാചിക ആധിപത്യങ്ങൾ ബന്ധിക്കപ്പെട്ടിരുന്ന ഹൃദയങ്ങളോ ആത്മാക്കളോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തിരുരക്ത ശക്തിയാൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2020 ജൂലൈ 28 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നത് ചിലരുടെ എല്ലാം മനസ്സിൽ ഒത്തിരി കാലങ്ങളായി ചിലപ്പോൾ അവരെ ഭാരപ്പെടുത്തുന്ന ചില ഹൃദയവ്യഥകളുണ്ട്. ആത്മീയ രംഗത്ത് മാനസികമായി സംഘർഷത്തിലാക്കുന്ന ചില അനുഭവ മേഖലകളിലൂടെ ചില ആത്മാക്കൾ കടന്നു പോകും. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ ദൈവം അറിയുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധി എത്തുന്നുണ്ടോ? ഇങ്ങനെ ഒത്തിരി നൊമ്പരങ്ങളുള്ള ഒരുപാട് ആത്മാക്കൾ ആത്മീയ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ വിവിധ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്ന് അങ്ങനെയുള്ള എല്ലാ ദൈവമക്കൾക്കും വേണ്ടി കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛന് ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് കൂടുതലായി സംസാരിക്കാൻ കഴിയും. കർത്താവ് അച്ഛനെ ഇന്ന് നമ്മുടെ പക്കലേക്ക് അയക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർഖാൻ വട്ടാലച്ചൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞ ഒരു സംഗതി, അനേകം മനുഷ്യർ പലപ്പോഴും പല സാഹചര്യങ്ങളിലും പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടുമുട്ടുമ്പോൾ ചിലപ്പോൾ പറയാനുള്ള ഒരു കാര്യമാണ്, എൻ്റെ അച്ഛാ എനിക്കിതിനൊന്നും വലിയ വിശ്വാസമില്ല. കാര്യം ബൈബിളിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും കാണുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവില്ല. കാര്യം എന്നോട് ഒരുപാട് മനുഷ്യർ പ്രാർത്ഥിച്ചിട്ട് സന്ദേശമൊക്കെ എടുത്ത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും നിറവേറുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചങ്കിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മ പ്രേരണയാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനം, ആ കർത്താവിൻ്റെ വചനത്താൽ പ്രേരിതരായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ നിന്നോട് സംസാരിച്ച കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിറവേറുമെന്ന് നീ കണ്ണടച്ച് വിശ്വസിക്കണം. പറഞ്ഞു ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. കാരണം ബൈബിളിൽ സമാനമായ അവസ്ഥകളിലൂടെ കടന്നുപോയ മനുഷ്യര് പറഞ്ഞിരിക്കുന്ന വചനങ്ങളെല്ലാം നമുക്ക് ബലം നൽകുന്ന വചനങ്ങളാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 138 സങ്കീർത്തനത്തിൽ 8 വാക്യത്തിൽ സങ്കീർത്തകൻ ദാവീദ് പറയുന്നൊരു വാക്യമുണ്ട്. വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. പറഞ്ഞു ഹല്ലേലൂയ. ദാവീദ് പറയാണ്, എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളോടെ കടന്നുപോയ കാലഘട്ടത്തിൽ ദൈവം തന്നെ കൈവിട്ടോന്ന് ചിന്തിക്കുന്നൊരു സമയത്ത് ദൈവം ദാവീദിലൂടെ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് പറയാ, എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് വേണ്ടി നിശ്ചയിച്ചുള്ള കാര്യങ്ങൾ അവിടുന്ന് നിറവേറ്റും. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ചങ്കിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട വചനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മറ്റൊരു വചനം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുക. അത് ജോബിൻ്റെ പുസ്തകത്തിലാണ്. ജോബിന്റെ പുസ്തകത്തിൽ 23 അധ്യായത്തിന്റെ 14 വാക്യം. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും, അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. പറഞ്ഞു ഹല്ലേലൂയ. ജോ പറയാണ്, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് നിറവേറ്റും, സംശയമില്ല. എന്നിട്ട് പറയാം, അത് മാത്രമല്ല, ഇനി വേറെ പല കാര്യങ്ങളും കർത്താവിന്റെ മനസ്സിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബ് എപ്പോഴാണ് ഇത് പറയുന്നത്?
ജീവിതത്തിൽ സഹനത്തിൻ്റെ നെരിപ്പോടിൽ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജോബ് പറയാണ്, എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റുമെന്ന് മാത്രമല്ല, ഇനിയും പലതും കർത്താവിൻ്റെ ഉള്ളിലുണ്ട്. ഏശയ്യാ പ്രവചനത്തിൽ 46-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 46:10, അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ആദിയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി, പുരാതന കാലം മുതൽ സംഭവിക്കാനിരുന്നവ ഞാൻ വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ കർത്താവ് വചനത്തിൽ നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വചനം വഴി നിനക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ, വചനം വഴി നിനക്ക് ലഭിച്ചിരിക്കുന്ന ഉടമ്പടികൾ, അത് കർത്താവ് നിറവേറ്റും. എന്ന് മാത്രമല്ല, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് നിനക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, നീ ഒരു ശുശ്രൂഷ സംബന്ധിച്ചിരിക്കുമ്പോൾ ആത്മാവിനെ പ്രചോദിതമായി നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വെളിപ്പെടുത്തലുകൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അവിശ്വസിക്കരുതെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ഇങ്ങനത്തെ അവിശ്വാസ ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട നിലപാട് ഏശയ്യാ പ്രവാചകനും ജോബും സങ്കീർത്തനും എല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് പറഞ്ഞു തരികയാണ്. പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്ന് മാത്രമല്ല, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറ്റുക എന്ന് പറഞ്ഞ കർത്താവിന്റെ ദൗത്യമായിട്ട് വചനം പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം പഠിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും. എന്നിട്ട് കർത്താവ് പറയാണ്, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. പറഞ്ഞു ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും നമുക്ക് വചനം കിട്ടിയപ്പോഴും കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ നിറവേറുകയില്ല എന്ന് വിശ്വസിക്കരുത്. എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം മാത്രമേ നിറവേറുള്ളൂ എന്ന് വിശ്വസിക്കാം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ചിലപ്പോൾ ചില മനുഷ്യർ പറയല്ലേ, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി ഞാൻ അടങ്ങുള്ളൂ, ഈ കാര്യത്തിൽ തീർച്ചയായും തീരുമാനം ഉണ്ടാക്കുന്നതിന് ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല എന്നൊക്കെ മനുഷ്യർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറയും. എന്ന് പറയുന്ന ഒരു കർത്താവ് പറയാണ്, നിന്റെ കൂടെ വന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതോട് വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇതിൽ കൂടുതൽ എന്താ വേണ്ട സഹോദരങ്ങളെ? ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കർത്താവ് നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന വചനങ്ങൾ, ഈ വചനങ്ങൾ മുഴുവൻ നമുക്കുള്ള വാഗ്ദാനങ്ങളാണ്. ഈ വചനങ്ങൾ മുഴുവൻ, ഈ വചനങ്ങളിൽ പറഞ്ഞിട്ടിരിക്കുന്ന വാഗ്ദാനങ്ങൾ അവകാശമാക്കാൻ വേണ്ടി കർത്താവിനാൽ പേര് ചൊല്ലി വിളിക്കപ്പെട്ട ജനതയാണ് നമ്മൾ. പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ വചനം വഴിയുള്ള അനുഗ്രഹം, കർത്താവിന്റെ വെളിപ്പെടുത്തൽ വഴിയുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചില സ്റ്റെപ്പുകൾ എടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പറയാം ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ബൈബിളിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വാഗ്ദാനങ്ങളും അവകാശങ്ങളും അനുഗ്രഹങ്ങളും പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അതൊരു ഉടമ്പടി ബന്ധത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നീ ഈ ഉടമ്പടി പാലിച്ചാൽ, നീ കൽപ്പന പാലിച്ചാൽ, നീ വചനം പാലിച്ചാൽ, നീ ഇങ്ങനെ ചെയ്താൽ ഈ പറഞ്ഞതൊക്കെ നിന്റെ ജീവിതത്തിൽ വരുമെന്ന് അക്കമിട്ട് എണ്ണി പറഞ്ഞിരിക്കുകയാണ് കർത്താവ്. പറഞ്ഞു ഹല്ലേലൂയ. നിന്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ സ്റ്റെപ്പ് എടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചില്ല, എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശങ്ങളെല്ലാം തെറ്റാണ്, എൻ്റെ ജീവിതത്തിൽ വചന ഫലം പുറപ്പെടുന്നത് കാണുന്നില്ല, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമൊന്നും കാണുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വെളിപ്പെടുത്തലിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുകൂടി ആത്മശോധനയ്ക്ക് വിഷയീഭവിക്കുകയാണ്. അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ: നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല. പറയാം ഹല്ലേലൂയ. ഈ അവകാശങ്ങൾ, ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ എന്ത് ചെയ്യണമെന്നുള്ള മനോഹരമായ വെളിപ്പെടുത്തൽ നമുക്ക് കിട്ടുന്നത് ജോബിന്റെ പുസ്തകത്തിലാണ്. ജോബിന്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ, നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും, നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും. പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിൽ വലിയൊരു വെളിപ്പെടുത്തൽ നൽകിയിരിക്കുക. കർത്താവ് പറയാണ്, നീ അവിടുത്തെ അന്വേഷിക്കണം. രണ്ടാമത്തെ കാര്യം കർത്താവ് പറയാണ്, നീ കേണപേക്ഷിക്കണം. മൂന്നാമത്തെ കാര്യം പറയാണ്, നീ നിർമ്മലനായിരിക്കണം. നാലാമത്തെ കാര്യം പറയാണ്, നീ നീതിനിഷ്ഠനായിരിക്കണം.
ഇങ്ങനെ 4 കാര്യങ്ങൾ ചെയ്താൽ കർത്താവ് പറയാണ്, നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് തന്നെ നിനക്ക് സമ്മാനിക്കും, നിനക്ക് അവകാശപ്പെട്ട സ്ഥലം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും, നിനക്ക് അവകാശപ്പെട്ട ജോലി അവിടുന്ന് നിനക്ക് സമ്മാനിക്കും, നിനക്ക് അവകാശപ്പെട്ട ജീവിത പങ്കാളി അവിടുന്ന് നിനക്ക് സമ്മാനിക്കും, നിനക്ക് അവകാശപ്പെട്ട മക്കൾ കർത്താവ് തരും. പറഞ്ഞു ഹല്ലേലൂയ. അതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന കാര്യം നോക്കിയേ, കർത്താവിന്റെ വചനം വെളിപ്പെടുത്താണ്, അവിടുന്ന് നിനക്ക് വേണ്ടി നിശ്ചയമായി ഉണർന്നെഴുന്നേൽക്കും. ഈ ഉടമ്പടി പാലിച്ചാൽ, ഈ കൽപ്പന പാലിച്ചാൽ എന്ന് പറഞ്ഞാൽ, നീ അപവാദം ഏൽപ്പിക്കപ്പെടുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. നീ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. നീ അവഗണിക്കപ്പെടുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും പൊരുതും. പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, 1, നീ അവിടുത്തെ അന്വേഷിക്കണം. 2, നീ കേണപേക്ഷിക്കണം. 3-ാമത്തെ കാര്യം കർത്താവ് പറയാണ്, നീ നിർമ്മലനായിരിക്കണം. 4-ാമത്തെ കാര്യം കർത്താവ് വെളിപ്പെടുത്തുകയാണ്, നീ നീതിനിഷ്ഠയുള്ളവനായിരിക്കണം. പറഞ്ഞു ഹല്ലേലൂയ. നമുക്ക് ഈ 4 കാര്യങ്ങളെ കുറിച്ച് കർത്താവിന്റെ ആത്മാവിന്റെ സഹായത്തോടെ ചിന്തിക്കാം. 1-ാമത്തെ കാര്യം കർത്താവ് വെളിപ്പെടുത്താണ്, നീ കർത്താവിനെ അന്വേഷിക്കുന്ന ദൈവ പൈതലായിട്ട് മാറ്റപ്പെടണം. പറഞ്ഞു ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആമോസിന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേലിനെ കുറിച്ചുള്ള വിലാപഗാനം, ഇസ്രായേൽ എന്ന് പറഞ്ഞ കന്യക വീണുപോയിരിക്കുന്നു, അവളിനെ എഴുന്നേൽക്കുകയില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇസ്രായേൽ 100 പേരെ അണിനിരത്തി, 10 പേരെ അണിനിരത്തി, പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനത്തിൽ കർത്താവ് പറയാണ്, 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, എന്നെ അന്വേഷിക്കുവാൻ നിങ്ങൾ ജീവിക്കും. എന്നെ അന്വേഷിക്കുവാൻ നിങ്ങൾ ജീവിക്കും. ഇസ്രായേൽ സ്വന്തം അധ്വാനം കൊണ്ട്, സ്വന്തം കഴിവ് കൊണ്ട് അധ്വാനിച്ചിട്ടും പ്രിയപ്പെട്ട ഒരു കാര്യങ്ങളും വിജയിക്കാൻ പറ്റിയില്ല. എന്നാൽ നീ സിംപിളി കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ നീ ജീവിക്കുമെന്ന വചനം വെളിപ്പെടുത്തുക. അതുകൊണ്ട് ബൈബിളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹം പ്രാപിച്ച, ഐശ്വര്യം പ്രാപിച്ച വ്യക്തികളുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. 2 ദിനവൃത്താന്തം 26-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യം. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നത് ശ്രദ്ധാലുവായിരുന്നു. കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. ഉസിയ രാജാവിനെ കുറിച്ചാണ് ഈ വചനം. അപ്പോൾ ഉസിയ രാജാവ് സക്കറിയ അവിടെ ഉണ്ടായിരുന്ന അത്രയും കാലം എന്ത് ചെയ്തു? എല്ലാ കാര്യങ്ങളും ദൈവത്തെ അന്വേഷിക്കാം, എല്ലാ കാര്യങ്ങളും ദൈവഹിതം അന്വേഷിക്കാം, എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞെന്ന് ഇടം വലം തിരിയാതെ അന്വേഷിച്ചുകൊണ്ട് ദൈവഹിതം അന്വേഷിച്ചുകൊണ്ട് ചെയ്തിരുന്ന കാലഘട്ടം മുഴുവൻ നോക്കുക, കർത്താവ് അവനെ ഐശ്വര്യം കൊണ്ട് അഭിഷേകം ചെയ്ത് ഉയർത്തി എന്ന വചനം പഠിപ്പിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാര്, അല്ലെങ്കിൽ നമ്മുടെ വൈദികര്, നമ്മുടെ സമർപ്പിതര്, സഭയുടെ അഭിഷേകം കിട്ടിയ വ്യക്തികള്, പിന്നെ വചന ശുശ്രൂഷകര്, നമുക്ക് പരിശുദ്ധാത്മാവ് പ്രേരിതനായി നൽകിയിരിക്കുന്ന പല നിർദ്ദേശങ്ങളും പാലിക്കുന്നിടത്തോളം കാലം കർത്താവിന്റെ അനുഗ്രഹ ഐശ്വര്യം വരുമെന്നല്ലേ ഈ വചനത്തിന്റെ വെളിപ്പെടുത്തൽ. 53-ാമത്തെ സങ്കീർത്തനത്തിൽ അതിന് 2-ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം പറയാണ്, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുകയാണ്. ദൈവം നോക്കുകയാണ്. എന്താ നോക്കുന്നത്? ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് നോക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണ്ടേ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരുണ്ടോ എന്ന് ദൈവം നോക്കുകയാണ് അല്ലേ? ദൈവം സ്വർഗത്തിൽ നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഒരു ദിവസത്തിൽ എത്ര സമയം, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്? ഞാൻ ഓർക്കാണ്, ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ സെമിനാരിലൂടെ കുട്ടികൾക്ക് PDM പ്രദേശം ഒരു പ്രാവശ്യം ക്ലാസ് എടുത്ത് പറഞ്ഞ് ഓർക്കാണ്, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഓരോ സെക്കൻഡിലും ഈശോ ഉള്ളിൽ. അതുകൊണ്ട് ഈശോ എവിടെ? നീ യാത്ര ചെയ്യുമ്പോഴും, നീ കിടക്കുമ്പോഴും, നീ നടക്കുമ്പോഴും, നീ വീട്ടിലായിരിക്കുമ്പോഴും ഈശോ എവിടെ? ഓരോ പ്രവൃത്തിയും ഈശോ എവിടെ? നീ കൂട്ടുകാർ വർത്താനം പറയുമ്പോൾ ഈശോ എവിടെ എന്ന് പറഞ്ഞു കൊടുത്ത് പ്രദേശത്തിനോട് ക്ലാസ് എടുത്ത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. ഇപ്പോൾ നിനക്കൊരു ഉറ്റ ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, വളരെ ഇൻറ്റിമേറ്റ് ഒരു ഫ്രണ്ടാണെന്ന് വിചാരിക്കുക. എൻ്റെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രേമബന്ധത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ചിന്തിച്ച് നോക്കുക. ഒരു മിനിറ്റ് തന്നെ എത്ര പ്രാവശ്യമായിരിക്കും ടെക്സ്റ്റ് മെസ്സേജ് വിടുന്നത്, എത്ര പ്രാവശ്യമായിരിക്കും ഓർമ്മ വരുന്നത്? എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കുക, തന്നെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് നോക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഓരോ സെക്കൻഡിലും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ച് ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. 2-ാമത്തെ കാര്യം കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നീ കർത്താവിനോട് കേണപേക്ഷിക്കണം അല്ലേ? കർത്താവിനോട് കേണപേക്ഷിക്കണം. കേണപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ?
നമ്മളൊരു ഓഫീസിൽ എന്തെങ്കിലും കാര്യത്തിന് പോയിട്ട് ചിലപ്പോൾ നമ്മളെ താണ് കൊണ്ട് പറയുന്ന ചില സന്യാസികളെ, എൻ്റെ പൊന്ന് സാറേ, വേറെ യാതൊരു നിർവാഹമില്ല, വേറൊരു ഗതി ഇത് ചെയ്ത് തരണം സാറേ. എത്രയോ താണ് വീണൊരു ഭൗതിക കാര്യത്തിന് വേണ്ടി അപേക്ഷിക്കും. നിങ്ങൾ ഇന്ന് നോക്ക്, ബൈബിളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ താണ് വീണ് അപേക്ഷിച്ച് ഏതെങ്കിലും മനുഷ്യൻ സങ്കടത്തോടെ തിരിച്ചു പോയതായിട്ട് ബൈബിളിൽ എഴുതപ്പെട്ടിട്ടില്ല. പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബൈബിളിലെ വിധവ, ബൈബിളിലെ അന്ധൻ, ആരാ താണ് വീണ് കരഞ്ഞിട്ട് പിന്നെ സങ്കടത്തോടെ തിരിച്ചു പോയതിട്ടുള്ളൂ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു കൊന്തയൊക്കെ ചൊല്ലി ഒരു പ്രാർത്ഥന, അങ്ങനെയല്ല, താണ് വീണ് കേണ് അപേക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, നീ നിർമ്മല മനസ്സോടുകൂടി പ്രവർത്തിക്കണം. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് അനുതാപ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുക, ഒരു നിർമ്മല ഹൃദയം. കുർബാനയിൽ പ്രാർത്ഥിക്കുക, നിർമ്മല ഹൃദയം തരണമേ. പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ സ്വീകരിക്കാൻ പോകുന്ന തൊട്ടടുത്ത മൊമെന്റ് പ്രാർത്ഥിക്കുക, നിർമ്മല ഹൃദയം തരണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് അതുകൊണ്ടല്ലേ 51-ാമത്തെ സങ്കീർത്തനത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ദാവീദ് എന്താ പ്രാർത്ഥിച്ചത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കൊരു നിർമ്മലമായ ഹൃദയം തരണം. വേറൊന്നും പ്രാർത്ഥിക്കുന്നില്ലല്ലോ. ഹിസോപ്പ് കൊണ്ട് കഴുകണം, നിർമ്മലമായ ഹൃദയം നൽകണം. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിറ നിർമ്മല ഹൃദയത്തോടു കൂടി, മലിനതയില്ലാത്ത ഒരു കലർപ്പില്ലാത്ത ഒരു നിർമ്മല ഹൃദയത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ കാണുന്ന വല്ല മനോഹരമായ രംഗമുണ്ട്. അബിമേലെക്ക് രാജാവ് അബ്രാഹത്തിന്റെ ഭാര്യയായിരുന്ന സാറ അബ്രാഹത്തിന്റെ സഹോദരിയാണെന്നുള്ള ധാരണയിൽ, എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിന്റെ ബൈബിൾ പഠിപ്പിക്കുന്ന അബ്രാഹത്തിന്റെ സഹോദരി തന്നെയാണ് ഒരർത്ഥത്തിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവളെ പ്രാപിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവിന്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അവളെ തുടരുത്, നീ പിണമായി പോകും, നീ ശവമായിട്ട് മാറും. അപ്പോൾ അബിമേലെക്ക് പറഞ്ഞു, ഞാനൊരു നിർമ്മല ഹൃദയത്തോ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഉടനെ കർത്താവിൻ്റെ ആത്മാവ് പറയാണ്, നീ നിർമ്മല ഹൃദയത്തോടു കൂടിയാണ് ഇത് ചെയ്തത് എന്ന് എനിക്ക് അറിയാം, അതുകൊണ്ടാണ് പാപം ചെയ്യാൻ ഞാൻ സമ്മതിക്കാതിരുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നീ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി നീ ഏത് കാര്യങ്ങളും ഒരു ഉദ്ദേശശുദ്ധിയോടെ നിർമ്മല മനസാക്ഷിയോടുകൂടി ചെയ്താൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നീ കൃപ നിറയില്ലേ. 4-ാമത്തെ കാര്യം കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്, നീ നീതിനിഷ്ഠയുള്ളവനായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നീതിനിഷ്ഠയുള്ള എന്നാണ് ബൈബിളിലെ നീതിമാൻ എന്ന് പറഞ്ഞാൽ ആരാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ചെയ്യേണ്ടാത്ത നന്മയും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നവനാണ് ബൈബിളിലെ നീതിമാൻ. വചനം പാലിക്കുന്നവനാണ് നീതിമാൻ, അല്ലേ? അങ്ങനെ നീതിനിഷ്ഠയുള്ളവനാണ് നീയെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ ഉണർന്നെഴുന്നേൽക്കും, നിനക്ക് വേണ്ടി നിശ്ചയിച്ചാൽ ഞാൻ സമ്മാനമായിട്ട് തരും. ഇതിനൊരു കോൺക്രീറ്റ് എക്സാമ്പിൾ ബൈബിൾ ഞാൻ കാണിച്ചു തരാം. ലൂക്കായുടെ സുവിശേഷത്തിലാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ജെറുസലേമിൽ ശിമയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവന്റെ പ്രത്യേകത എന്താ? നീതിമാനും ദൈവഭക്തനുമായിരുന്നു. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, അവൻ നീതിമാനാണ്. അവന് കർത്താവ് ഒരു നിശ്ചയിച്ചൊരു വാഗ്ദാനം നേരത്തെ കൊടുത്തിട്ടുണ്ട്. എന്താ? കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നത് വരെ നീ മരിക്കുകയല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായി? കർത്താവിൻ്റെ കൃത്യസമയത്ത് എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ശിമയോൻ വന്ന് കർത്താവിൻ്റെ അഭിഷിക്തനെ ഉണ്ണീശോയെ കണ്ട് ഇനി സമാധാനത്തെ വിട്ടയക്കണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അതുകൊണ്ട് നീ നീതിനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ വചനം പഠിപ്പിക്കുകയാണ്, നിനക്ക് വേണ്ടി കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ പോലും വ്യത്യാസം വരികയില്ല. പറഞ്ഞു ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ മുൻപിൽ ധൈര്യത്തോടെ എനിക്ക് വേണ്ടി നിശ്ചയിച്ചുള്ള കാര്യങ്ങൾ കർത്താവ് നിറവേറ്റുന്ന ഉറപ്പ മനസ്സോടെ ജീവിക്കാൻ വേണ്ട കൃപ കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ ചൊരിയട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിപ്രധാനമായൊരു ദൈവരാജ്യ ദൂത് കർത്താവ് നമുക്ക് നൽകുകയായിരുന്നു. പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് പരിശുദ്ധ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തൊക്കെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും.
ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സ് പോലെ നിർമ്മലമായൊരു മനസ്സോടെ അത് വിശ്വസിച്ച്, എൻ്റെ ദൈവമേ ഇതാ ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേർ ഒന്നിച്ചു കൂടി, ഞങ്ങൾ ഒരുമിച്ച് കൂടി അങ്ങയുടെ നാമം വിളിക്കുകയാണ്. നിർമ്മലമായൊരു ഹൃദയം ഇതാ അങ്ങയുടെ സന്നിധിയിൽ സാധിക്കുന്ന പോലെ ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. മുട്ടുമേൽ നിന്ന് 2 കരങ്ങൾ ഉയർത്തി ഈ ആശീർവാദ സമയത്ത് ദൈവമേ എൻ്റെ കർത്താവേ എന്ന് കർത്താവിൻ്റെ നാമുച്ചത്തെ വിളിക്കാം. അവിടുന്ന് കൃപ തോന്നി നമ്മൾ അനുഗ്രഹിക്കുന്ന സമയമാണിത്. താഴ്മയോടെ വിളിക്കണം. എത്രമാത്രം ഉച്ചത്തിൽ വിളിക്കാം അത്രയും സ്നേഹത്തോടെ ഉച്ചത്തിൽ വിളിക്കുക. കൈകൾ ഉയർത്തി വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 യേശുവേ. കൈകൾ ഉയർത്തി വലിയ സ്നേഹത്തോടെ എൻ്റെ രക്ഷക എൻ്റെ ദൈവമേ, എൻ്റെ രാജാവേ, ആരാധന, 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 ആരാധന. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ, എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ.